channel Mommy's Magic Recipes made with love. Malabar special Ghee pola. Assalamu alaikum. Welcome back to our channel. ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള കായ്പോളയാണ് ഉണ്ടാക്കുന്നത്. ഇഫ്താർ സമയത്താണെങ്കിലും അല്ലെങ്കിൽ 4 മണി ചായന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പലഹാരമാണിത്. അധികം ചേരുവകളൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, രുചികരവുമാണ്. ഓക്കെ, അപ്പോൾ ഈ കായ്പോള എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ നിൽക്കുക, ഓൾ എന്ന ഓപ്ഷനിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള കായ്പോള അല്ലെങ്കിൽ ഏത്തിക്ക പോളയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. 3 നേന്ത്രപ്പഴം, ഇവിടെ ഒരു മീഡിയം പഴുപ്പാണ് എടുത്തത്, കാരണം ഇത് വഴറ്റിയെടുക്കുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കുക തന്നെ നല്ലത്. 4 മുട്ട, ആവശ്യത്തിന് ഏലക്കപ്പൊടി, 1 കപ്പ് പഞ്ചസാര, പിന്നെ കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി. ഇത് നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കുക, അത് കൂടുതൽ എമൗണ്ട് എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ 4 മുട്ട ഒരു ബൗളിലിട്ട് ഒരു ബീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സാധാരണ ഫോർക്ക് ഉപയോഗിച്ചോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര എടുക്കുക. ഏത്തക്കേൻ്റെ ടേസ്റ്റ് എത്ര നല്ല മധുരമാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അതിന് ശേഷം ഏലക്കാപ്പൊടി ഇടുക. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി നെയ്യ് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നന്നായി ചെറുതായി അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം ഇതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ, അധികം പഴുപ്പ് വേണ്ട, ഒരു മീഡിയം പഴുപ്പ് മതി. കാരണം നമ്മളിന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ വല്ലാണ്ട് ഉടഞ്ഞു പോവില്ല. അല്ലാതെ ഇങ്ങനെ ഭയങ്കര വയറ്റി ഇങ്ങനെ ഉടഞ്ഞു നിന്നാൽ കായ്പോളക്കൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ വലിയ പഴുപ്പൊന്നും വേണ്ട. അത് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പഞ്ചസാര ഇട്ട് വയറ്റിയെടുക്കുന്ന ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ മുട്ടയ്ക്ക് ഓൾറെഡി പഞ്ചസാര ഇട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് എടുക്കുന്നുണ്ടല്ലോ, ഇത് തന്നെ ധാരാളം. അപ്പം ഏകദേശം ഇങ്ങനെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതേ നെയ്യിൽ തന്നെ കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ 2 കളറിൽ ഉണക്കമുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഉള്ളതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ പാൻ ചൂടാക്കി നെയ്യ് തടവിയതിന് ശേഷം നമ്മുടെ മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ ഈ മുട്ട മിക്സ് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ നേന്ത്രപ്പായ ഇതിലേക്ക് ഇടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ മേലയിൽ ഇങ്ങനെ കിടക്കണമെങ്കിൽ 2 മിനിറ്റ് ഈ മുട്ട മിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ നേന്ത്രപ്പഴം ഒരു സ്ഥലത്തിൽ തന്നെ തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി ഒന്നും നമ്മൾ തന്നെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റൊക്കെ മതി കേട്ടോ അത് റെഡി ആവാൻ. പിന്നെ റെഡി ആവണതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ലെറ്റ്സ് വെയിറ്റ്. 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അതിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ റെഡി ആയെന്ന് മനസ്സിലാക്കാം. ഇത് ഇനിയിപ്പം വിട്ടിട്ടില്ലെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേറെ പാൻ ചൂടാക്കിയിട്ട് നെയ്യ് തടവിയതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മരിഞ്ഞെടുത്താൽ മതി. കായ്പോള റെഡി ആയിട്ടുണ്ട്. മലബാർ സ്പെഷ്യൽ കായ്പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായി എല്ലാവർക്കും ഇഷ്ടമാവും. മിക്കവാറും പ്രത്യേകിച്ച് മലബാർ ആൾക്കാർക്ക് ഇത് അറിയാമായിരിക്കും, പക്ഷേ ഇതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് അറിയാത്തവരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ നീക്കി ഓൾ എന്ന ഓപ്ഷനിലേക്ക് ആക്കി വയ്ക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക, സ്കിപ്പാക്കാതെ. എന്നാലേ ഇത് മറ്റുള്ളവർക്ക്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സജഷൻ ആയിട്ടെങ്കിലും എത്തുള്ളൂ.
അപ്പോൾ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. മഅസ്സലാമ.